പാതവില തട്ടിപ്പ് കേസ് അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ക്രൈംബ്രാഞ്ച് എറണാകുളം യൂണിറ്റ് SP സോജനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ക്രൈംബ്രാഞ്ച് ADGP മേൽനോട്ടം വഹിക്കും. ഡിവൈഎസ്പിമാരും CIമാരും ഉൾപ്പെടെ 81 പേരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, 34 കേസുകളിലാണ് അന്വേഷണം നടത്തുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ അന്വേഷണ സംഘവുമായിട്ടുണ്ട്. ഏത് തരത്തിലായിരിക്കും ഈ അന്വേഷണം ഇനി നടത്തുക? ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഇത്രയധികം അന്വേഷണ ഉദ്യോഗസ്ഥർ അതല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഘം അത് നമ്മൾ കഴിഞ്ഞ സമയത്തൊന്നും കണ്ടിട്ടില്ല. കാരണം ഏതാണ്ട് 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘമായിരിക്കും പാതിവില സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിച്ചു കിടക്കുന്ന പാതിവില തട്ടിപ്പ് അന്വേഷിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ആദ്യം രജിസ്റ്റർ ചെയ്ത 34 കേസുകൾ ക്രൈംബ്രാഞ്ചിന് വിട്ട് ഉത്തരവിറക്കിയത്. 34 കേസുകളിലായി 37 കോടി രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഏതായാലും ഇപ്പോൾ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ADGPയുടെ മേൽനോട്ടത്തിൽ എറണാകുളം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് SP സോജനായിരിക്കും അന്വേഷണം നടത്തുക. അദ്ദേഹമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഡിവൈഎസ്പിമാരും CIമാരും അടക്കം മാത്രം ഈ സംഘത്തിൽ 81 ഉദ്യോഗസ്ഥരുണ്ട്. ഇനി SIമാരുടെ അടക്കം കണക്കുകൾ പുറത്തു വരുമ്പോൾ അത് 100-ൽ കൂടുതൽ പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും എല്ലാ ജില്ലകളിലുമായി പോലീസ് സംഘം ഉണ്ടായിരിക്കും. ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക സംഘം ഒരേ സമയം അന്വേഷണം നടത്തുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ മാത്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് 81 പേരുടെ സംഘമാണെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ SIമാരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം അത് 100-ലധികം പോകും. മാത്രമല്ല ഈ ക്രൈംബ്രാഞ്ചിലെ തന്നെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അതേപോലെ തന്നെ സൈബർ വിഭാഗം എന്നീ സംഘങ്ങളിലെ ഉദ്യോഗസ്ഥരെ കൂടി പ്രത്യേക സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ആദ്യം ചെയ്യുക അനന്തകൃഷ്ണന്റെയും ആനന്ദകുമാറിന്റെയും വിശദമായി ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അവരുടെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു നടപടിയിലേക്കായിരിക്കും പോവുക. അതിനുശേഷം ഇതുവരെ ആദ്യം 34 കേസുകളിലാണെങ്കിൽ അതിനുശേഷം ഇവർ നടത്താൻ പോകുന്നത് സംസ്ഥാന വ്യാപകമായി ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ കൂടി ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്യും. അതിനുശേഷം വളരെ വിശദമായ ഒരു അന്വേഷണം അത് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്യും. പ്രവിത, ഷഫീദ്, ഇത്രയും വലിയ മാനങ്ങളുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പടർന്നു കിടക്കുന്ന കേസുകൾ ഉള്ളതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളിയാണ് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ പ്രത്യേക സംഘത്തിൽ ആരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, ഏതൊക്കെ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, അവരുടെ അന്വേഷണ രീതി എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള വിശദാംശങ്ങൾ ലഭ്യമാണോ? ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളെയാണ് പ്രത്യേകമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചാണ് ഈ കേസിന്റെ അന്വേഷണം എന്നുള്ള കാര്യം നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി എത്തുമ്പോൾ തന്നെ ഈ വിഷയത്തിന്റെ ഗൌരവം നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ ദിവസം ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമും അതേപോലെ തന്നെ ക്രൈംബ്രാഞ്ച് ADGP മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. അപ്പോൾ ലോ ആൻഡ് ഓർഡർ ADGP മനോജ് എബ്രഹാം മുഖ്യമന്ത്രിയോടക്കം ശുപാർശ ചെയ്ത ഇത് ഒരു ക്രൈംബ്രാഞ്ചിന് തന്നെ വിടണം, ഒരു പ്രത്യേക സംഘമായി കേസ് അന്വേഷണം നടത്തണം. കാരണം 34 കേസുകളിൽ മാത്രം 37 കോടി രൂപ സംസ്ഥാനത്താകെ ഏതാണ്ട് ഇപ്പോൾ പരാതി ലഭിച്ചത് പ്രകാരം 700 കോടി രൂപയോളം തട്ടിപ്പ് നടന്നു എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലും വിവരവും ഒക്കെ പോലീസിന്റെ പക്കലുണ്ട്. അപ്പോൾ അതൊരു നോർമൽ ക്രൈം അല്ല, അതിനൊരു പ്രത്യേക സ്വഭാവത്തിലുള്ള ക്രൈമാണ്. മാത്രമല്ല കണ്ണൂരിൽ മാത്രം ഏതാണ്ട് 3000-ഓളം പരാതികളോട് എടുക്കുന്നു. തിരുവനന്തപുരത്തും സമാനമായി 1000-ന് പുറത്തേക്കൊക്കെ പരാതികൾ എത്തുന്നു എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പോലീസ് ഗൌരവമായി കണ്ടുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിട്ടത്. ഇതിൽ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് ക്രൈംബ്രാഞ്ചിന് തന്നെ സാമ്പത്തിക കുറ്റകൃത്യം എക്കണോമിക് ഒഫൻസ് അത് അന്വേഷിക്കുന്ന ആ വിഭാഗമാണ്. രണ്ടാമത്തേത് സൈബർ ഡിവിഷനാണ്. പ്രത്യേകിച്ച് ഇവരുടെ അക്കൌണ്ട് ട്രാൻസാക്ഷൻ മുഴുവൻ നടന്നിട്ടുള്ളത് ഓൺലൈനായിട്ടാണെന്ന് പറയുന്നു. മാത്രമല്ല പല കമ്പനികളുടെയും പേരിൽ അക്കൌണ്ടുകൾ തുടങ്ങുകയും അവിടേക്കൊക്കെ പൈസ വകമാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള അന്വേഷണം ആവശ്യമാണ്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വന്നൊരു വാർത്ത ഈ ആനന്ദകുമാറിന്റെ സായിഗ്രാമം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ചില മീറ്റിംഗ് ഒക്കെ കൂടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ വിവരങ്ങൾ അത് റെക്കോർഡിക്കൽ മാത്രമാണ്. പക്ഷെ അതിന്റെ അടക്കം തെളിവ് ശേഖരണം ഉൾപ്പെടെ പോലീസിന് നടത്തേണ്ടതായിട്ടുണ്ട്. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള മിക്ക സ്ഥലത്തും ഈ തട്ടിപ്പ് നടന്നു എന്നുള്ള വിവരം വരുന്നു. ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് രണ്ടാമത് എറണാകുളം. ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവി ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പ്രകാരം ഇടുക്കിയിൽ 11 കേസുകളും എറണാകുളത്ത് 11 കേസുകളും അടക്കമാണ് 34 കേസുകൾ പറയുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ 34 കേസുകളുടെ വിശദമായ അന്വേഷണവും പിന്നീട് വരും ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ച് തന്നെ ബാക്കിയുള്ള കേസുകൾ അവരിലേക്ക് അറ്റാച്ച് ചെയ്ത് അതിന്റെ കൂടി അന്വേഷണം നടത്തണം എന്നുള്ളതാണ് നിർദ്ദേശം. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് ചലഞ്ചാണ്, അല്ലെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് അതൊരു വലിയ ചലഞ്ചാണ്. സോജന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഏതാണ്ട് നാളെ മുതൽ ഈ കേസിന്റെ അന്വേഷണം നടത്തും, അന്വേഷണം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ശ്രീനിത.
ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് ADGP തന്നെ മേൽനോട്ടം വഹിക്കുന്നു. ഒപ്പം DYSPമാർ ഉൾപ്പെടെ 81 പേർ ഇപ്പോൾ സംഘത്തിലുണ്ടെന്ന് അറിയുന്നു. അത് മാത്രം മതിയാകുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത്രയും വിപുലമായ ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ തുടക്കമിടുന്നത്. അപ്പോൾ എന്തായാലും അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. വരും നടപടികളുണ്ട്. ഇനിയിപ്പോൾ അനന്തകൃഷ്ണൻ ഇങ്ങനെ ഓരോരുത്തരുടെ പേരുകൾ മാറ്റി മാറ്റി പറയുന്നുണ്ട്. ചിലരുടെ പേരുകൾ ആദ്യം പുറത്തു വന്നിരുന്നു, പക്ഷെ അതില്ല എന്നിപ്പോൾ പല തവണകളായി ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു വ്യക്തതയൊക്കെ വരേണ്ടതുണ്ട്. ആ രീതിയിൽ ഈ കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകളും ഇതിൻ്റെ അപ്ഡേറ്റ്സും ഒക്കെ വരും. അതനുസരിച്ച് നമ്മൾ എത്തിക്കുകയും ചെയ്യും പ്രേക്ഷകരിലേക്ക്.